ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയൊക്കെ കാണാൻ വരുന്നവർ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. മട്ടാഞ്ചേരി പാലസ്. മട്ടാഞ്ചേരിയിലുള്ള ഈ പാലസ് റോഡിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഡച്ച് പാലസിലേക്ക് എത്തിയിരിക്കുക കേട്ടാ. മട്ടാഞ്ചേരി ഡച്ച് പാലസ്. മട്ടാഞ്ചേരി കൊട്ടാരം. ഇതിൽ കൊട്ടാരവും തൊട്ടിപ്പുറത്ത് ഭഗവതി ടെമ്പിളുമായിട്ടാണ് കേട്ടോ. പക്ഷെ ഏറ്റവും വലിയ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ 5 രൂപയുടെ പാസ്സാണ്. 5 രൂപയേ ഉള്ളൂ കേട്ടോ പാസിന്. വെറും 5 രൂപ. അതും 15 വയസ്സിന് മേപ്പോട്ടുള്ളവർക്ക് മാത്രം മതി. ചെറിയ കുട്ടികൾക്കൊന്നും വേണ്ട. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെറുതായിട്ടൊക്കെ ഇതേപോലെ ഇരിക്കാൻ പറ്റുന്ന സംവിധാനമൊക്കെ ഉണ്ട്, സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അല്ലാത്തപ്പോഴൊന്നും ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നേ. കണ്ടല്ലോ, ആ ടെമ്പിളും ഇതിൻ്റെ താഴത്താണെങ്കിലും ഉണ്ട് ഇതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ചെറിയ ഭാഗവും കൂടിയാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത്. ആ മുകളിൽ മാത്രമാണ് കൊട്ടാരത്തിൻ്റെ സംഭവങ്ങളുള്ളത്, ഡച്ച് കൊട്ടാരം. അതിൻ്റെയൊക്കെ ഇപ്പോഴത്തെ മോഡലിന് വെക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനം അല്ലേ. ആള് കണ്ട ആള് എന്തൊക്കെ ആയുധങ്ങളല്ലേ. പോർച്ചുഗീസുകാരാണ് ഇത് പണികഴിപ്പിച്ചത്. പിന്നീടവർ കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് ഈ കൊട്ടാരം സമ്മാനമായി നൽകി. ഡച്ച് കൊട്ടാരം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. 1663 ഡച്ചുകാർ ഈ കൊട്ടാരത്തിൽ ചില അറ്റകുറ്റപ്പണികൾ നടത്തുകയുണ്ടായി. അതിനുശേഷം ഈ കൊട്ടാരം ഡച്ച് കൊട്ടാരം എന്ന പേരിലും അറിയപ്പെടാൻ തുടങ്ങി. കൊച്ചി രാജാക്കന്മാരും കാലാകാലങ്ങളിൽ ഈ കൊട്ടാരത്തിന് അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഇന്ന് ഈ കൊട്ടാരം കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഡച്ച് പാലസ് എന്നറിയപ്പെടുന്ന ഈ മട്ടാഞ്ചേരി കൊട്ടാരം കേരളീയ കൊളോണിയൽ വാസ്തു ശൈലിയിൽ തീർത്ത മനോഹരമായ ഒരു ചരിത്ര സ്മാരകമാണ്. എറണാകുളത്ത് നിന്ന് 12 കിലോമീറ്റർ അകലെ മട്ടാഞ്ചേരിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി മഹാരാജാവായ വീര കേരളവർമ്മയ്ക്ക് സമ്മാനമായി നൽകാൻ 1545 പോർച്ചുഗീസുകാരാണ് ഈ കൊട്ടാരം നിർമ്മിച്ചത്. 100 വർഷത്തിന് ശേഷം കൊച്ചിയിൽ സ്വാധീനമുറപ്പിച്ച ഡച്ചുകാർ ശ്രദ്ധേയമായ അറ്റകുറ്റപ്പണികൾ നടത്തിയതിനാൽ ഇതിനെ ഡച്ച് കൊട്ടാരമെന്നാണ് പിന്നീട് വിളിച്ചു വരുന്നത്. മധ്യത്തിൽ പരമ്പരാഗത രീതിയിലുള്ള 4 കെട്ടും നീണ്ട അകത്തളങ്ങളും ഇരട്ട നിലകളുള്ള വലിയ നിർമ്മിതിയുമാണിത്. കൊച്ചി രാജകുടുംബത്തിൻ്റെ പരദേവതയായ പഴയന്നൂർ ഭഗവതിയെ ഈ കൊട്ടാരത്തിലെ പൂജാമുറിയിൽ കുടിയിരുത്തിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ചുവർ ചിത്രങ്ങളാൽ സമ്പന്നമാണ് ഈ കൊട്ടാരത്തിലെ വിശാലമായ മുറികൾ. രാമായണം, മഹാഭാരതം എന്നീ ഇതിഹാസങ്ങളിലെ കഥാസന്ദർഭങ്ങളും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ വിഗ്രഹവും കേരളീയ ചുവർ ചിത്ര ശൈലിയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. മറ്റു പ്രധാന മുറികളിൽ ഗണപതി, വിഷ്ണു, അർദ്ധനാരീശ്വരൻ, ശിവപാർവതി തുടങ്ങി ഭക്തപൂർണമായ ചിത്രങ്ങളും, അന്തപുരങ്ങളിലെ മുറികളിൽ കൃഷ്ണലീല, ശിവനും മോഹിനിയും, ഗോവർദ്ധനാരീകൃഷ്ണൻ, ശിവപാർവതി ചിത്രങ്ങൾ എന്നിവയുമാണ് വെച്ചിരിക്കുന്നത്. ടിപ്പു സുൽത്താൻ്റെ രേഖാചിത്രങ്ങളും കൊട്ടാരത്തിലുണ്ട്. കാളിദാസ നാടകമായ കുമാരസംഭവത്തിലെ ചിത്രങ്ങളും ഇതിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഏകദേശം 300 ചതുരശ്ര മീറ്റർ വിസ്തീർണം ഉണ്ട് ഈ ചുവർ ചിത്രങ്ങൾക്ക്. 1864 മുതൽ കൊച്ചി നഗരം ഭരിച്ച രാജാക്കന്മാരുടെ എണ്ണച്ചായ ചിത്രങ്ങൾ, വാളുകൾ, കൊത്തുപണി ചെയ്ത പിടികളോട് കൂടിയ കടാരകൾ തുടങ്ങി കിരീടാരോഹണ ചടങ്ങുകൾക്കും മറ്റും ഉപയോഗിച്ചിരുന്ന അലങ്കൃതമായ കുന്തങ്ങൾ, വെഞ്ചാമരങ്ങൾ എന്നിവയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. രാജാവ് ഉപയോഗിച്ചിരുന്ന തലപ്പാവുകൾ, കിരീടങ്ങൾ, കൊച്ചി രാജവംശത്തിൻ്റെ കമ്മട്ടത്തിലടിച്ച നാണയങ്ങൾ, കൊച്ചിക്കായി ഡച്ചുകാർ തയ്യാറാക്കിയ വികസന പദ്ധതിയുടെ രേഖാചിത്രങ്ങൾ എന്നിവയും നമുക്കിവിടെ കാണാം. ചരിത്രവും സംസ്കാരവും ഉറങ്ങുന്ന ഈ കൊട്ടാരം രാജഭരണകാലത്തെ ഓർമ്മകൾ ഉണർത്തുന്നതാണ്. ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് കാണേണ്ടതുമാണ് ഈ ചരിത്ര ശേഷിപ്പുകൾ. ഡച്ച് പാലസിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു ആന.
അതിൻ്റെ പുറകെ സായിപ്പന്മാരെല്ലാം നടക്കുന്നുണ്ട്. ആനയെ കാണാനായിട്ടാ കൊച്ചും കൗതുകത്തോടു കൂടി നിൽക്കുന്നു. പിള്ളേരൊക്കെ ഉണ്ട് കേട്ടാ.